രണ്ടാളമ്മ. ചെറിയ ബാഗ് അച്ഛാ. അച്ഛൻ്റെ അടുത്ത് ചോറും അച്ഛൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ചിക്കൻ കറി, ചോറ്, ഇത് സ്വന്തമായി ഉണ്ടാക്കിയ അച്ചാർ, ആപ്പിൾ അച്ചാർ. ഇതേ മത്തങ്ങ സൂപ്പാണ് കേട്ടോ. എബിയച്ചൻ്റെ സ്പെഷ്യൽ മത്തങ്ങ സൂപ്പ്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ ആമേൻ. 7 വ്യാകുലങ്ങള്. അച്ഛൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന വ്യാകുല മാതാവ്. അച്ചടക്കം കേട്ട് വന്നാണ്. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാണിക്കാൻ, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എടുത്തോളാൻ അച്ഛൻ പറഞ്ഞു. ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് വേറെയുള്ള എഴുതിയിട്ടുള്ള ഇവിടുത്തെ ഭാഷയിൽ എഴുതി, എല്ലാം ഇവിടുത്തെ ഭാഷ. സ്പാനിഷ് കോമൺ അത് ഇവിടുന്ന് ഇങ്ങനെ രാജ്യം അവരെ പണി കഴിപ്പിച്ചത്, ഇവിടുത്തെ പണി കഴിപ്പിച്ചത് ഈ ആശ്രമമൊക്കെ ഇപ്പം അവർ സന്ദർശനത്തിന് വേണ്ടി വരും. സെർവൈറ്റ്സിൻ്റെ ആശ്രമമായിരുന്നു, സെർവൈറ്റ്സ് കോൺഗ്രിഗേഷൻ്റെ. ഇത് എബിയച്ചൻ്റെ പള്ളിയാണേ, ബി പുതുമന്ന അച്ഛൻ്റെ പള്ളിയിലെത്തിയതാണ്. അന്നത്തെ കാലത്ത് 350 വർഷം മുമ്പ് ഒരു രാജാവ് ഒരു തലമുടിയുടെ നീളത്തിൽ തന്നെ ഒരു കമ്പ് തിന്നാലും ആണെന്ന് പറയില്ല. അത്രയും അതിന് പ്രാധാന്യപ്പെട്ട ഒരു പെണ്ണാണ്, വിശുദ്ധ കുർമർണീസ് ആണ്. പല സ്ഥലങ്ങളിലും ഇല്ലാത്ത രാജാവ് കല്യാണം കഴിക്കാൻ വന്നപ്പം ആണിനെ പോലെയായി. ഞാൻ ഈശോയായിട്ട് കല്യാണം കഴിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് സമ്മതിക്കില്ല. അങ്ങനെ രാജാവ് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. സമ്മതിക്കാത്തോണ്ട് അല്ല അവൾക്ക് അവള് ഈ ഹൗസ് ഉണ്ടായിരുന്നു. കാല് ക്യാൻസർ, കാലെല്ലാം പുള്ളിയുടെ കാലും കൈയൊക്കെ പുള്ളിയുടെ ഇതിൽപ്പെട്ടതാണ്. അതായത് അതിന്റെ മധ്യസ്ഥനാണ്. ജസീമ പ്രാർത്ഥിച്ചു കാലിന് വേണ്ടിയിട്ട്. 3 സംഭവങ്ങൾ ഒരൊറ്റ രൂപത്തിൽ. ഈശോയുടെ തല വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞാണ് തല ചാഞ്ഞ് കിടക്കുന്നത് കുരിശില്. ഞാൻ ഇടത്തെ സൈഡിലേക്ക് വെച്ചു. ഇടത് സൈഡ് എന്ന് പറയുന്ന മോശമായ സൈഡാണ്, മനുഷ്യൻ്റെ വശമാണ്, ഹൃദയത്തിൻ്റെ സൈഡാണ്. ദെൻ ടോട്ട് ക്രിസ്റ്റി, ഈശോയുടെ മരണം. രണ്ടാമതായിട്ട് ഈശോ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കൈ ഈശോ അവൻ ജീവിച്ചിരിക്കുന്നു, ഈശോയുടെ ഉയർപ്പിനെ ഇത് ചെയ്യുന്നു. മൂന്നാമതായിട്ട്
ഈശോയ്ക്ക് ഒരു മാലാഖയുടെ രൂപമാണ്. പിന്നെ അതുപോലെ ഈശോയുടെ തലയുടെ പുറകിൽ ഒരു ഹൈലിക ശൈലി, പിന്നെ നമ്മുടെ ഹോളോ ഇല്ല, ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വായിക്കാം, എന്നാലും അത് കറക്റ്റ് മനസ്സിലാവും. ഞാനിതിൻ്റെ ഫോം രണ്ട് പടി കൊണ്ടെടുത്തു. അടുത്ത സെമിട്രിയാണത്. അങ്ങനെ വീഡിയോ പിടിക്കാൻ അനുവാദമില്ല, പക്ഷേ ഞാൻ വെറുതെ ഒന്ന് മാറുന്ന് പിടിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഹംഗറിയിലേക്ക് കയറി. നമ്മൾ സോപ്പ് റോഡിലേക്കാണ് പോകേണ്ടത്. അതാ കവലയില്ലേ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ജസ്റ്റ് എന്തൊക്കെ ഇങ്ങനെ കാണാൻ നല്ല സ്ഥലമാണ്. എലിസബത്ത് ഓഫ് ഹംഗറി. ഈ ബീച്ചിന് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മണികളാണ്. ഈശോയും 12 ശിഷ്യന്മാരും ആരുടെയും കെയറോഫിലാണ് പണി. ഇവിടെ നമ്മൾ കണ്ടായിരുന്നല്ലോ മാതാവിൻ്റെ പല ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലും വേണം. നന്മ നിറഞ്ഞ മറിയമേ, മലയാളം, കേരള, ഇന്ത്യൻ, ഹേൽ മേരി, ഇംഗ്ലീഷ്, ഓരോന്നും മാറി 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 മാറി. സ്വീഡിഷ്, അറബിക്കൊക്കെ ഉണ്ട്, സ്പാനിഷ്. ഇത് മണിയടി കാണാനുള്ള ഓഡിയൻസ് ആണ് ഇരിക്കുന്നത്. ആൾക്കാരെല്ലാം നിന്ന് കരഞ്ഞു, ഇങ്ങനെ ചുറ്റും നിന്ന്. ഹില്ലറിന്റെ പട്ടാളക്കാർ വന്ന് ഇവിടുത്തെ 5 മണിയും കൂടെ എടുത്തോണ്ട് പോയി. ആൾക്കാർ താഴെ നിന്ന് കരഞ്ഞു. അതിന് ഈ വെടിയുണ്ടി ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ദൈവാനുഗ്രഹമായിട്ട് വീണ്ടും മണി വന്നത് ഇവർക്ക് പണ്ടൊരു മണി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം പിന്നെ മണി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പുള്ളി എടുത്തോണ്ട് പോകും, അല്ലെ പട്ടാളക്കാർ കൊണ്ടുപോകും. അതുകൊണ്ട് വർഷങ്ങളെ മണികളില്ലായിരുന്നു.
ഇവിടെയാണ്. ഇവിടെ ഈ മണി 12 മണിക്ക് അടിച്ചു കഴിയുമ്പോൾ ഇതുണ്ട്, കൂട്ടമണി അടിച്ചു കഴിയുമ്പോൾ 4 പ്രാവശ്യം അടിക്കും. ഓരോ മണിക്കൂർ വീതം. ഇതിന് ശേഷം 12 പ്രാവശ്യം അടിക്കും. ഇനി 12 പ്രാവശ്യം. അത് കഴിയുമ്പോൾ കർത്താന്റെ മാലാഖയ്ക്ക് കൂട്ടമണി അടിക്കും. വ്യക്തിത്വമായിട്ടുള്ള ആൾക്കാരാണ്. അതും അതാരാന്ന് പറഞ്ഞാലും മനസ്സിലാകാത്തോട്ട് പറയുന്നില്ല. അപ്പോൾ അതിനകത്തൊരു മക്രാനും ഇവിടുത്തെ വലിയ പ്രസിദ്ധരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള 3 ആൾക്കാരാണ്. അത്ര അറിഞ്ഞാൽ മതി. നമ്മുടെ ക്ലോക്കില്ലേ, ക്ലോക്ക് ടവർ. ഇവിടെ സാധനങ്ങളൊക്കെ വളരെ അതിനിപ്പോ സമയമില്ലല്ലോ. കരടി പോലെ ഇരിക്കുന്നല്ലേ, പട്ടിയാണേ, കരടിപ്പട്ടി. കർത്താവേ നോക്കി. ഭയങ്കര ഡിസൈനിലൊക്കെയാണ് ഓരോ സ്ഥലത്ത്. ഹംഗറിയുടെ അതിർത്തി ഭാഗമാണിത്. അവിടെ 1989 ഹംഗറി തുറന്നപ്പോൾ ഉള്ള ആവിഷ്കാരമാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ജനം കടക്കുന്ന രംഗമാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. സിറ്റി ടൂർ ബസ്സുകളാണ് കേട്ടോ. സിറ്റി ടൂർ, ഇത് ടൂർ കൊണ്ടുപോകുന്ന ബസ്. ഇതൊന്നും കാണാൻ പറ്റാനിട്ട്, പിന്നെ കാണാൻ പറ്റാനിട്ട് തന്നെയല്ല, വിഷമിക്ക് ഒരുപാട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചു പോവാണ്. ഹംഗറി വേറൊരു കൺട്രി എത്തി. എല്ലാവരും കൂടി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന എൻ്റെ പിക്ചറാണ്. He claimed that Winston Churchill's Fulton speech to mark the beginning of the Cold War.
It left the picnic content about Hasnir Loom. Hosted strictly talks between the West Germany's Chancellor, Hungary's Premier. അറിയത്തില്ല അച്ഛാ ചോദിച്ചിട്ടുണ്ടേ. ശരിക്കും പറഞ്ഞ നമ്മളങ്ങനെ ചോദിച്ചു. ക്ലോക്ക് ടവർ, ഇത് നമ്മൾ കണ്ട സെബാസ്റ്റ്യൻ ചർച്ച്, ഇത് പിന്നെ തിരുത്തത്തിൻ്റെ ചള്ളി. ഇതിലൂടെ നമ്മൾ നടന്ന് ഇതിലൂടെ വന്ന് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇതാ ഈ സിറ്റി കണ്ടോ. നമ്മൾ കാണാത്ത നമ്മളിവിടെ പോയില്ല, കാരണം ഇത് ആ പള്ളിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ പള്ളി പോകുന്നില്ലെന്ന്. പിന്നെ വേറെ കെട്ടിടങ്ങളൊന്നും ഇല്ലേ കാണാൻ വേണ്ടി പ്രത്യേകിച്ച്. എല്ലാം തകർക്കപ്പെട്ട സംഭവങ്ങളൊക്കെ പഴയതല്ലേ. പഴയതായിട്ട് ഇപ്പൊ ഉണ്ടോ പറഞ്ഞ ബാക്കി സ്ഥലങ്ങളിൽ പകുതി പഴയതിന്റെ മോളിൽ പണിതേക്കുവാണല്ലേ. പഴയ സ്ഥലങ്ങളിലും ഉണ്ട്. പഴയ സ്ഥലങ്ങളൊക്കെ കുറെ അതിന്റെ മുകളിൽ തന്നെ ഈ കെട്ടിടങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ. ഓക്കെ, ഈ കെട്ടിടം കാണുന്ന കെട്ടിടം കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഇത് പഴയ സിറ്റിക്കുള്ളിലെ കെട്ടിടങ്ങളാണ്. ഇത് പഴയ സിറ്റിയാണ്. കുറെ സംഭവങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുന്നു. നമ്മളിങ്ങനെ കയറി നമ്മളിങ്ങനെ വന്നിട്ട് നമ്മൾ ഇതിലൂടെ പോകും. സിറ്റിയുടെ മൊത്തമായിട്ടുള്ളൊരു ഈ ടൗണിന്റെ മൊത്തമായിട്ടുള്ള ഒരു ഇത് കൂട്ടാണല്ലോ. ഇതാണ് ഓസ്ട്രിയ ഹംഗറി അതിർത്തി. നമ്മൾ അവിടെ അകത്ത് പോയിട്ട് പുറത്ത് പോയിട്ട് അവിടെ അകത്ത് കയറിയിട്ട് തിരിച്ചു വന്നതാണ്. ജസ്റ്റ് ഏത് ബെർലിൻ മദറോ ഏതാണ്? പണ്ട് ആൾക്കാർ ചാടാൻ വേണ്ടി, മതിൽ ചാടാൻ വേണ്ടി പഴയ കരണ്ട് കുത്തിയ വേലിയുടെ ഭാഗമാണിത്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഓസ്ട്രിയക്ക് ചാടാൻ വേണ്ടി ഇരിക്കുമ്പം ആ മണ്ടേന്ന് അവർ വെടി വെക്കും. അത് ഒരു മണ്ട, അതിൻ്റെ മണ്ടേന്ന് അവർ വെടി വെക്കും ആ മോളില്. അത് ശരി. അതുകൊണ്ടാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ബെർലിൻ മതിലിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഇവിടെ കൊണ്ട് വെക്കുന്നത്. ഓസ്ട്രിയ. ഇതാണ് ബെർലിൻ ഇതല്ലേ, ബെർലിൻ മതിലിന്റെ ഒരു ഭാഗം. ഓസ്ട്രിയ എന്നുള്ളത് ഓസ്ട്രിച്ചതാണ്. 1989 ഇവിടുത്തെ അവിടെ ഉണ്ടല്ലോ. അവരുടെ തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവല്ലേ. ഇതെല്ലാം നല്ല തിക്ക് ഫോറസ്റ്റാ. ത്തിലേക്ക് വരുന്ന രംഗമാണ്. അതിൽ നമുക്ക് ചാൻസലർ ഒന്ന് തുറക്കുന്ന രംഗമാണ്. Sopron with a 4-day festival. It was organized by the city and country under Sopron. ഇത് നമ്മളുടെ ഒരു റൊസാലിയ എന്ന് പറയുന്ന സ്ഥലമാണ്. റൊസാലിയ ബീച്ചിൻ്റെ വേറൊരു സ്റ്റേഷൻ ചർച്ചാണെന്ന് ഇതിൻ്റെ മലയിലാണ്. ഇതൊക്കെ ഈ ഇതിനകത്തുണ്ട്. നോക്കുമ്പോൾ ഓസ്ട്രിയയൊക്കെ സൂര്യ വല്ല മൃഗങ്ങളും ഉണ്ടോ?
ഫോർക്കൻസ്റ്റൈനിലെ കൊട്ടാരമാണ്. അവിടെയുള്ള പീരങ്കികളും മറ്റുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കുഞ്ഞിന് പറ്റിയ സാധനങ്ങൾ തന്നെയാണ് എവിടെ ചെന്നാലും കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഏതെല്ലാം തരത്തിലുള്ള കിപ്പികളാണോ എയർപോർട്ടിലാണെന്ന് ഓർത്താണ് കേട്ടോ. ഇത് നല്ല സൂപ്പർ ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. കുഞ്ഞു സെലക്ട്, ഞാൻ വരുമ്പോൾ മേടിച്ചിട്ട് വരാം. സെലക്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മയെ ഇങ്ങോട്ട് നോക്കി കണ്ടോ, ഇത്ര ബോട്ടിൽസാ മതിയോ? എന്തോ താഴ്ചയാണ് ഉദ്ദേശിച്ചത്. ഓസ്ട്രിയയിൽ ഫോർക്കൻസ്റ്റൈൻ എന്നുള്ള സ്ഥലത്തുള്ള റോസാലിയ കപ്പേളയുടെ അവിടെ വന്നിരിക്കുകയാണ്. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന കുരിശാണ് ഇവിടെ കാണുന്നത്. വിശുദ്ധ റോസാലിയ ഇറ്റലിയിൽ പളേർമോ എന്നുള്ള സ്ഥലത്ത് സിസിലിയയിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. വിശുദ്ധയുടെ ഇറ്റലിക്ക് ശേഷമുള്ള ആദ്യത്തെ കപ്പേളയാണിത്. ഈ മലകൾക്ക് പറയുന്നത് ഈ കപ്പേളയുടെ പേരിൽ റോസാലിയ മലകൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഇത് തിരുഹൃദയ ചെടിയൊക്കെ കണ്ട്, തിരുഹൃദയ ചെടികൾ ഉണ്ട്. നല്ല രസം. മുകളിന്ന് നോക്കുമ്പോൾ താഴെ പുല്ല്. കോട്ടയുടെ ഭാഗമൊക്കെയാണ്. രാജകൊട്ടാരമാണ് ഇത് കേട്ടോ. ഇവിടെ അച്ഛനാണ് കുറവ്. ഓസ്ട്രിയയിൽ നിന്ന് തിരിച്ച് വിയന്ന എയർപോർട്ടിലേക്ക് പോവുകയാണ്.